കുറെ അധികം നാളുകൾക്ക് മുമ്പാണ്. അന്നൊന്നും കൊച്ചിയിൽ ഇത്രയധികം മിമിക്രിക്കാരോ മിമിക്രി ട്രൂപ്പുകളോ ഒന്നുമില്ല. എന്നാലും പാട്ടും പാട്ടുപെട്ടിയും പൊട്ടിച്ചിരിയുമെല്ലാമുള്ള വലിയ സതിരുകൾ, സൗഹൃദ സംഘങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള സൗഹൃദ സംഘങ്ങളിൽ നർമ്മം വിളമ്പുന്ന ഒരു ചെറുപ്പക്കാരൻ സിനിമയിലെത്തുക എന്നത് നിയോഗമാണെങ്കിൽ അത് നടന്നിരിക്കും. വെളുത്തെടുത്ത് മുഹമ്മദിന്റെയും ഹാജിറയുടെയും 8 മക്കളിൽ രണ്ടാമത്തവൻ PMC ഹനീഫ എന്ന കൗമാരക്കാരന് സിനിമാ പ്രാന്ത് കലശലായിരുന്നു. കൊച്ചിയിൽ ജനിച്ച 10,000ങ്ങൾക്ക് പിന്നീട് കച്ചിത്തുരുമ്പായ മിമിക്രി തന്നെ സിനിമയിൽ കയറാൻ അയാളും ആദ്യം ഉപയോഗിച്ചു. ആൾക്കൂട്ടത്തിലെ അനേകരിൽ നിന്നും അറിയപ്പെടുന്ന നടൻ, അത്ര തന്നെ തലപ്പൊക്കമുള്ള തിരക്കഥാകൃത്ത്, സംവിധായകൻ, 3 ഭാഷകൾ, 300-ലേറെ സിനിമകൾ, ഇന്ത്യൻ സിനിമയിൽ മലയാളത്തിന്റെ അഭിമാനമായി മാറിയ നടൻ. ഓർമ്മയിലെന്നും കൊച്ചിൻ ഹനീഫ. ആലംബന. അതെന്താ കൊച്ചാപ്പ? നമ്മൾ അലംബനാണെന്ന് പറഞ്ഞാടാ. 25,000 രൂപ സാബ് ഇപ്പൊ ഇങ്ങോട്ട് തരണം. നമുക്ക് ഈ വിൻസെന്റ് പീറ്റർ ഇഷ്യൂ എങ്ങനെയെങ്കിലും ഒന്ന് പ്ലേ ഡൗൺ ചെയ്തെടുക്കണം. ബോംബെ തെരുവിൽ ചീറിപ്പാഞ്ഞ് നടക്കുന്ന വെടികുണ്ടകൾക്കിടയിൽ ടാക്സി ഓടിക്കുന്നവനാണ് ഞാൻ. 60 വയസ്സാനാലും സിംഗം താൻ. എന്നാ ഇത് സിംഗം? ഇന്നവർ പിന്നാമ്പറം കാണിച്ചു, നാളെ ഉമ്മറം കാണിച്ചാലോ? വേണ്ട, ആരും വേണ്ട. ആ കാലുകൾ എന്റേതാണ്. കൈ ചൂണ്ടി സംസാരിക്കുന്നു. മുഖത്ത് കൂളിംഗ് ഗ്ലാസും വെച്ച് കരിയും തേച്ച ആളെ മനസ്സിലായില്ലെന്ന് വിചാരിച്ചു. ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് അവിടെ വെച്ചേക്ക്, അവിടെ വെക്കട്ടെ, അവിടെ വെക്കട്ടെ, അവിടെ വെച്ചേക്ക്, അവിടെ വെച്ചേക്ക്. കൊച്ചിൻ ഹനീഫയ്ക്കയുടെ ഓർമ്മകളുടെ ഈ യാത്രയിൽ നമ്മളെ നയിക്കുന്നത് ഹനീഫയ്ക്ക് സിനിമയ്ക്കുള്ളിലും പുറത്തും വലിയ സൗഹൃദമുണ്ടായ ഒരാൾ, ഹനീഫയ്ക്കയോടൊപ്പം ഒരുപാട് സിനിമകളിൽ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച ഒരാൾ. ഹൃദയപൂർവ്വം ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും കൊച്ചിൻ ഹനീഫ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട അഭിനേതാവ് ശ്രീ സലീം കുമാർ. സലീമേട്ടാ, നമസ്കാരം. നമസ്കാരം. ഞാൻ ഹനീഫയ്ക്കയുടെ ആമുഖത്തിൽ പറഞ്ഞു, അധികം മിമിക്രിക്കാരും ഒന്നും ഇല്ലാത്തൊരു കൊച്ചിയിൽ മിമിക്രി തുടങ്ങിയതും ആ ഒരു നർമ്മം ഉപയോഗിച്ചുമൊക്കെ സിനിമയിലെത്തിയേക്കും ഒരാളിൽ നിന്ന്. ഏതാണ്ട് അതുപോലെ ഒരു വഴി തന്നെയാണ് സലീമേട്ടന് സിനിമയിലേക്ക് എത്തത്. മന്നാടിയാർ പെണ്ണിന് ചെങ്കോട്ടച്ചക്കൻ എന്ന ചിത്രത്തിലാണ് നിങ്ങൾ ആദ്യമായിട്ട് ഒന്നിച്ച് അഭിനയിക്കുന്നത്. എന്നാൽ ഹനീഫക്ക് അതിന് മുമ്പേ ജയൻ നസീർ കാലഘട്ടം തൊട്ട് സിനിമയിലുള്ളൊരു സീനിയർ ആക്ടറാണ്. സലീമേട്ടൻ മിമിക്രി എന്ന് വന്ന താരതമ്യേന ഒരു പുതിയ നടനാണ്. പിന്നീടൊരു വലിയ സൗഹൃദം നിങ്ങൾ തമ്മിൽ ഉണ്ടായെങ്കിലും മന്നാടിയാർ പെണ്ണിന്റെ ചെങ്കോട്ടച്ചക്കന്റെ ലൊക്കേഷനിൽ വരുന്ന താരതമ്യേന പുതിയ സലീം കുമാർ എന്ന ചെറുപ്പക്കാരനെ സീനിയറായ ഹനീഫക്ക എങ്ങനെയാണ് വരവേറ്റത്? എന്തായിരുന്നു ആ ബന്ധം ഇത്ര നീളാനുണ്ടായ കാരണം? നമുക്ക് ഇരുന്ന് സംസാരിക്കാം, കുറച്ച് അധിക കഥയുണ്ടത് എന്നായിരിക്കാം. ഓക്കെ. ഇരുന്നു പറയൂ. അതൊരു വലിയ കഥയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഹരിസ് കശോവൻ പറഞ്ഞു, അനിൽബാബു നിന്നെ അന്വേഷിക്കുന്നുണ്ട്, അവരുടെ പുതിയ പടത്തിൽ നിനക്ക് വേഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഷൊർണൂരാണ് ഷൂട്ടിങ്. അപ്പോൾ ഷൊർണൂർ എനിക്ക് ഷൂട്ടിങ്ങിന് പോകാനായിട്ട് ഒരു താല്പര്യമില്ല. എന്താ? ഞാനിവിടെ അയ്യപ്പൻ്റെ കാസറ്റ് നാദർശനം വെച്ചിട്ട് സംഗീതം കൊടുത്ത് ഇറക്കുകയാണ് എലൈറ്റിൽ. ഞാൻ കുറച്ച് പൈസയും മുടക്കിപ്പോയി. അങ്ങനെ എന്നെ എല്ലാവരും നിർബന്ധിച്ചു. കാരണം യേശുദാസിൻ്റെ ഒരു കാസറ്റ് ഇറങ്ങിക്കഴിഞ്ഞു, രാമു ചേട്ടൻ, നിസാർക്ക, നിനക്ക് സിനിമയിലൊരു ഭാവിയുണ്ട്, നീ അവിടെ പോകാൻ പറഞ്ഞിട്ട് രാത്രി എല്ലാവരും കൂടി ഈ നാദർഷയും നിസാർക്കയും ഈ രാമു ചേട്ടനും കൂടി തള്ളി ട്രെയിനിൽ കയറ്റിയതിന് ഒറ്റപ്പാലത്തോടെയാണ്. എന്നിട്ട് എനിക്കൊരു ഭയങ്കര ഇതായിരുന്നു. ഞാൻ അവിടെ ചെന്നു. രാവിലെ വരിക്കാശ്ശേരി മനയിലാണ് ഷൂട്ടിങ്. വരിക്കാശ്ശേരി മനയിൽ ചെന്നു. അവിടെ ജഗതി ശ്രീകുമാർ, മുകേഷ്, ഇന്നസെന്റ് ചേട്ടൻ, അനീഫ്ക, സുബൈർ, ഇത്ര പേര് ഉണ്ട്. പിന്നെ ഞാനും ഉണ്ട് അവിടെ. ഞാൻ പുതിയാളാ, ഇവരുടെ കൂടെ ആരെയും കൂടെ അഭിനയിച്ചിട്ടില്ല. ജഗതി ചേട്ടനായിട്ട് എനിക്ക് കുറച്ച് പരിചയമുണ്ട്. അങ്ങനെ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട് അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവർ പോലുള്ള അറിയാമെന്ന് പറഞ്ഞു. ഹനീഫയ്ക്ക് ഇങ്ങനെ സീർട്ട് പൊളിച്ച് ഇങ്ങനെ ഇരിക്കണം. അപ്പം ഇന്നസെന്റ് ചോദിച്ചു, അനീഫ് അറിയില്ലേ പുള്ള? പിന്നെ ഇവരൊക്കെ ഫേമസ് അല്ലേ എന്ന് പറഞ്ഞ്. അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഭയങ്കര ജാടയാണല്ല, എടുക്കാൻ പറ്റില്ല. ബാക്കിയുള്ളവരൊന്നും കുഴപ്പമുണ്ടായില്ല. പക്ഷെ ആ ഹനീഫ്ക്കായിട്ടായിരുന്നു പിൽക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സൗഹൃദവും സ്നേഹവും
അതെ. അതായിരുന്നു ആദ്യത്തെ കാഴ്ച. ഉവ്വ്. പൊന്നാടി പെണ്ണിച്ചെങ്ക കൊടുത്തൊക്കെ. പക്ഷെ അത് എവിടെ വെച്ചാണ് ആ സൗഹൃദം വന്നതെന്ന് എനിക്കറിയില്ല. ആ. ഒരുപാട് പടങ്ങളിൽ ഞങ്ങള് ജോഡി പോലെ തന്നെ അഭിനയിച്ചു. ഇഷ്ടം പോലെ സിനിമകൾ അഭിനയിച്ചു. അതായത്